ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മൾ മീൻ പിടിക്കാൻ പോവാണ്. റൈമു ഇപ്പോൾ മീൻ പിടിക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫിഷ് ബ്ലോഗർ റൈമു ആണ് ഇപ്പോൾ നമ്മുടെ മീൻ പിടിക്കാനുള്ളത്. റൈമു, ഇപ്പോൾ എത്ര സമയം നീ എന്ത് കോത്തിട്ട് ഇത് മീൻ ഇടുന്നത്? പത്തില് കോത്ത മീൻ കിട്ടുന്ന ഏരി പിന്നെ വേറെ എന്തെല്ലാം കിട്ടും? വാളെല്ലാം കിട്ടും. ഇവിടുന്ന് നീ മുമ്പ് മീൻ പിടിച്ചിനാ? രാവിലെ പിടിച്ചിനാ. ഈ പത്തല്ല തന്നെയാ മീൻ പിടിക്കുന്നത്? ഇത് പിള്ളേർക്ക് എന്ത് പത്തല്ലേ രാവിലെ കഴിച്ചിട്ട് തിന്നിട്ട് ഇതിൻ്റെ പത്തലാണുള്ളത്. അതൊന്ന് കോക്കുന്ന എങ്ങനെ കാണിച്ചു കൊടുത്ത കളത്തിൽ ഇങ്ങനെ ഉണ്ടാക്കും. അപ്പൊ മീൻ കിട്ടലുണ്ടോ എങ്ങനെ കൊത്തിട്ട് ഇട്ടെങ്കിൽ? തൊണ്ണൂറ് പോകുമ്പോ വലിക്കണം. വലിക്കാൻ കിട്ടിയില്ല. ഇതാണ് നാടൻ രീതിയിൽ എങ്ങനെ മീൻ പിടിക്കാന്നാണ് റൈമു നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്. റൈമുവിന്റെ മുഖം കാണിക്കണ്ട, നമുക്ക് മീനിന്റെ മുഖം കാണിക്കാം. റൈമു ഒന്ന് വേഗം കിട്ടുമോ മീന്? അതിപ്പോ എങ്ങനെ എക്സ്പീരിയൻസ് വേണം ഇത് പിടിക്കാൻ? ഭാഗ്യം മാതിരി അല്ലേ? അപ്പോൾ നമ്മൾ കാത്ത് നിൽക്കുകയാണ് കേച്ചൊരു മീനിനെ നോക്കിയിട്ട്. മീൻ താഴെ കുറേ വന്നു പോകുന്നുണ്ട്. വെള്ളം ചെറുങ്ങനെ കലങ്ങിയത് കൊണ്ട് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത് മീനിൻ്റെ മുഖമല്ല, റൈമുവിൻ്റെ മുഖം മാത്രമാണ് ഇപ്പോൾ നമുക്ക് ചെറുങ്ങനെ കാണാൻ പറ്റുന്നുള്ളൂ. ഉറപ്പാ കിട്ടും? നോക്കാം ഗൈസ്, നോക്കാമല്ലോ നമുക്ക് കിട്ടുന്നത്. റൈമു പറയുന്നത് ഇപ്പം കിട്ടുമെന്നാണ് പറയുന്നുള്ളത്. സാധിക്കുമോ നിൻ്റെ അഭിപ്രായത്തിൽ? ഇപ്പോൾ കിട്ടുമോ? 100% റപ്പാണെന്ന് തോന്നുന്നില്ല. എന്നാലും മീനൊന്നും വലിങ്ങനെ കാണുന്നില്ല. റൈമു ആ മുണ്ടൊന്ന് ജസ്റ്റ് മടക്കി വെക്കുക. അല്ല നിഴൽ കാണുന്നതാ മീൻ. പത്തര തീർത്തില്ലേ കൊടുത്തു. ഗൈസ് ദാ ഇവിടെ നല്ല മീനുണ്ട് ഗൈസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പത്തെല്ലാം മീൻ തിന്ന് പോകുന്നുണ്ട്. നമുക്ക് അത് കെണി അതിൽ വീകുന്നില്ല എന്നേ ഉള്ളൂ. റൈമു, നമ്മൾ എത്ര തൊട്ട് ഇപ്പോൾ ഇത് ട്രൈ ചെയ്യേണ്ടി വരും? ഇവിടെ 5 കിട്ടിയെങ്കിൽ ഇത് ട്രൈ ആക്കിയ മീൻ കിട്ടും ഉറപ്പ്. ഇപ്പൊ ഒന്നായി. റൈമു പറഞ്ഞ 5 എണ്ണത്തിൽ റൈമു നമ്മളെ വെല്ലുവിളിച്ചിരിക്കുന്നു. 5ാമത്തേലേക്ക് എങ്ങനെ മീൻ കിട്ടുന്നു. കിട്ടിയില്ലെങ്കിൽ നീ എന്താ നമുക്ക് ഒരു ചായ മീൻ തരണം. യെസ് ഗൈസ്, ഇതാ ഇപ്പോൾ 2ാമത്തെ ട്രൈ ആണ്. ഇപ്പോൾ റൈമു 10 ഉണ്ടയാക്കിക്കൊണ്ടിരിക്കുകയാണ്. റൈമുൻ്റെ ഏരി എടുത്ത് കണ്ടാ നീ? ഉറപ്പാ? അതാ ബാല് കണ്ടത് പാമ്പോ ഏരിയോ എന്ന് പറയണമെങ്കിൽ റൈമു നീ പിടിച്ചിട്ട് തന്നെ കാണിക്കണം കേട്ടാ. യെസ് ഗൈസ്, ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. ഒരു മീനിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. പഴിച്ചിട്ട് ചെയ്യുന്നില്ല. മീൻ കിട്ടിയെങ്കിൽ പൊരിച്ചിട്ട് പോയിട്ട് ഫുഡ് കഴിക്കായിരുന്നു. ഗൈസ് എന്താണ് ജോബ്ലെസ് പീപ്പിൾ going to fish taking and English. എൻ്റെ ഇംഗ്ലീഷ് കേട്ടിട്ട് സായിപ്പടക്കം പറഞ്ഞ എന്ത് പറയണ? നീ മുമ്പേ ജനിക്കേണ്ടതായിരുന്നു എന്നാ. തീർന്നു. ഇതാ ഗൈസ് 3ാമത്തെ മീൻ. ഭയങ്കരത്തിൽ ഇടുന്നു. എന്താ വെച്ചാൽ പെട്ടെന്ന് ഇടുന്ന ഭക്ഷണമെല്ലാം പെട്ടെന്ന് എടുത്തിട്ട് പോകുന്നുണ്ടല്ലോടാ. ഉച്ച സമയമല്ല വന്നത്, അപ്പോൾ മീനെല്ലാം പൈക്കുന്നുണ്ടാവും. ചോറ് വലിയ മീൻ. ഇത് വലിയ മീൻ. ഇവിടെ ഒരു വലിയ മീൻ ഇത് ഇവിടെ നിന്നിട്ടുണ്ട്. ഇതാ കൊട്ടയം പിടിച്ചിട്ട് വന്നത് മീൻ എടുക്കാം. അവന് മീൻ വേണമല്ലോ പെരക്കൊണ്ടോ. എന്തൊക്കെ റൈമു വന്നിട്ട് ഇപ്പം നമുക്ക് നടക്കുമെന്ന് നടപ്പിയത് 3ാമത്തേത് 5ാമത്തേൽ 4ാമത്തേൽ 5ാമത്തേൽ കിട്ടിയില്ലെങ്കിൽ ചവിട്ടിട്ട് തന്നെ താഴെക്കിടുന്നത് വള്ളത്തിലേക്ക് തന്നെ ഒറ്റ ചവിട്ടി. ഹലോ ഗായ്സ്, മീൻ അറിഞ്ഞു വന്നു ബ്ലോഗ് എടുക്കുന്നത്. ഒരു നല്ല മൊഞ്ചായിട്ട് വന്നിട്ടുണ്ടോ ഒരു മീൻ. നമ്മൾ ബ്ലോഗ് എടുക്കുന്നതെന്ന് അറിഞ്ഞു വന്നു. മുടിയെല്ലാം ബാറ്റ് വന്നിട്ട് അല്ലേ? എന്ത് കഥ. അതിൻ്റെ ഉള്ളിൽ അടിയിൽ എന്ത് കൊണ്ടുവരാം? മരാറ്റ് കൊണ്ടുവന്നു. എന്നാണ് കഴിച്ച് ഉച്ച സമയമായിട്ട് കൊണ്ടാണോ മീൻ കിട്ടാതെ? ഇതിലൂടെ ഒരു കുഞ്ഞു മീൻ പോകുന്നു. അത് സ്കൂൾ വിട്ടിട്ട് പോകുന്ന ചെറിയ മീൻ. ഇങ്ങോട്ട് കിട്ടി ഗൈസ്. ഹലോ റൈമു പറഞ്ഞത് സത്യമായിരിക്കും. ഓർത്തുറാ, കളയല്ല. ഓ വാട്ട് എ ടേക്കിംഗ് മാൻ. 5ാമത്തെ പറഞ്ഞ 4ാമത്തേല് കിട്ടി. ഇതാണ് നമ്മുടെ ഫിഷ് മാൻ, നമ്മുടെ ടിക്കത്തിന്റെ ഫിഷ് മാൻ എന്നറിയപ്പെടുന്ന റഹീം. അവൻ 5 എണ്ണം പറഞ്ഞു, പക്ഷേ 3ാമത്തേൽ കീഴെടുത്തിരിക്കുന്നു റഹീം വളവിൽ. അതിശക്തമായി തന്നെ ഫിഷ് ടേക്ക് ചെയ്യാൻ എന്താണ് ഒറ്റക്കാളൊരു വള്ളി ഉണ്ടാച്ചാൽ. നിങ്ങൾ ഈ ആധുനിക യന്ത്രമൊന്നും നമുക്ക് വേണ്ടാന്നാണ് റൈമു തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് അല്ല റൈമു? ഇതാ ഈ ഒരു ഒറ്റ ടങ്കീസും ഒരു ചെറിയ കാളവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉച്ചക്ക് കറി വെക്കാം. ഏത് മീനും പിടിക്കാം. ഇത് ഗൈസ് ഭയങ്കര ടൈക്കിങ് ആയിരുന്നു ഗൈസ്. ഏതാ നമ്മൾ കൂടി പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് പടക്കുന്നുണ്ട്. ഞങ്ങൾ വിചാരിച്ച് തെറിച്ച് വള്ളത്തിൽ വീണ്.
പിന്നെ ആടുന്ന് വലിക്കണ്ടേ? യെസ്, ഇതൊക്കെ ഉണ്ടായ വോയിസ്. നമ്മ രാവിലെ ചായ കുടിക്കുന്ന 10 മാത്രം ഉപയോഗിച്ചു കൊണ്ട് റഹീം പിടിക്കുന്ന മീനുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. റഹീമിന്റെ മീൻപിടുത്തമാണ് നിങ്ങൾ കാണുന്നത്. ഫിഷിംഗ് ബ്ലോഗറിന് ഫിഷ് പിടിക്കണമെങ്കിൽ 10,000-ന്റെ യന്ത്രം വേണം. റഹീമിന് 2 രൂപന്റെ ടങ്കീസും 50 പൈസയുടെ കാളവും മാത്രം മതി. റഹീം വളവിൽ. ഓ ഗായ്സ്, ഇതാ വീണ്ടും റഹീം ഇനിയുണ്ടാ ചലഞ്ച്? എന്നെ എത്രാമത്തേല് കിട്ടും? ഏരിയുണ്ട്. നോക്കിയോ ഇഷ്ടമാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ വെള്ളത്തിലേക്കാണ് ശ്രദ്ധിക്കേണ്ടത്. നേരത്തെ നിങ്ങൾക്ക് നേരെ കാണാൻ പറ്റുമെന്നറിയില്ല. എന്താ വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് വലിക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ട് ബാക്കിലോട്ട് വന്നു. ഏത് മറ്റേത് 1 കിലോ ആവും. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ ചെറുതല്ലേ? 2 കിലോ ഉണ്ട്. 2 കിലോയുള്ള മീൻ ചക്കൻ ഇങ്ങനെ പിടിച്ചിരിക്കണം. ഇതാ ഒന്നും കൂടി നേരത്തെ കാണാതെ കറക്റ്റ് ശ്രദ്ധിച്ചോ. റഹീമിൻ്റെ മീൻപിടുത്തം കോത്ത് വെള്ളത്തിലിട്ടു ആൻഡ് ട്രാക്ക് ആൻഡ് ഫിഷ്. യെസ്, വളരെ 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 ക്രൂഷ്യലായി തന്നെ മീനിനെ കൊല്ലുകയാണ് റഹീം. കിട്ടും. കിട്ടിയിട്ടുണ്ടായിനാ? കടിച്ചിട്ടുണ്ടായിന്? ഓക്കെ, നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അതാ പെട്ടെന്ന് കൂടി ഒന്നിനും കൂടി റഹീം പിടിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഈ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. വ്ളോഗ് ഫിഷ് വ്ളോഗുമായി വീണ്ടും വരുന്നതായിരിക്കും. റഹീം വളവിൽ. റഹീം 10 ചണ്ടിയാക്കണോ? 10 ചണ്ടിയാക്കാൻ 10 കൊണ്ട് പൊറോട്ട കൊടുക്കും. മീന് പദം നോക്കിയിരുന്ന മീന് വേണ്ടത്ര കട്ടി, അതിന് പല്ലിന് വില ഉണ്ടാവും. മതി. ഹലോ മറ്റേ മീനോ കൊട്ടൽ കൂട്ടി. വാവുതാ വീണ്ടും ഓരോ അറ്റാക്കിങ് കൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് റഹീം. ഇപ്പം എത്ര 4 മിനിറ്റ് 5 മിനിറ്റ് ആയിട്ട് അതിനുള്ളൊരു മീൻ കിട്ടി. എനിക്കിങ്ങനെയെങ്കിൽ തന്നെ നല്ലത്. ഒരു ബോക്സ് കൊണ്ടുവരാം, മീൻ പിടിക്കുക, അതിലിടാ ബുക്ക. ഫുള്ള് അനക്കുന്നുണ്ട് അവിടെ. ആര്? അനക്കല്ല സാധിക്കൂ. നമുക്ക് ഓനെ കൊത്തിട്ടിട്ടങ്ങ ഒന്ന് നിന്നെ കൊത്തിട്ട് എടുത്തേന് വലുതായ തന്നെ ഉള്ളൂ. ഹലോ കേസാ നോക്കോ കറക്റ്റ് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. തീർന്നാ? അടിയിൽ മീൻ വരുന്നുണ്ട്. എന്ത് തീർന്നാന്ന്? 10 നിന്റെ കൈമേലല്ലോ. അതല്ല മീൻ മറ്റേത്. അതാ കടിക്കുന്നുണ്ടാ. ഏയ് കിട്ടി. കുടുങ്ങിയാ? മീനുണ്ട്. ഇല്ല, പോയി. ഉണ്ട്, പോയി. പോയാ? ഇനി ഇതിപ്പോ കീയേണ്ടി വരും എടുക്കണമെങ്കിൽ. ഓ ഗൈസ്, അതുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ ഫിഷിംഗ് ബ്ലോഗ് ഇവിടെ ഓഫ് ചെയ്യുകയാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റഹീമിൻ്റെ കാളം താഴെ കുടുങ്ങി. അല്ല റഹീമോ, എന്താക്കുന്നത്? കിട്ടോ? കിട്ടിയാ? കാളെടുക്കുന്നു. വാ